മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സുകളിൽ വന്ന ഹെവി സെല്ലിങ്ങിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ഇൻഡെക്സ് 1.5% ഇടിയുകയും 22,000 എന്ന സപ്പോർട്ടിന് താഴെ 21,981 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ബാങ്ക് നിഫ്റ്റി IT പോലുള്ള ഇൻഡെക്സുകൾ 0.6%, 0.7% മാത്രമാണ് ഇടിഞ്ഞതെങ്കിൽ സ്മോൾ ക്യാപ്, മിഡ് ക്യാപ് ഇൻഡെക്സുകൾ 5%-ലേറെ ഇടിയുകയും ചെയ്തു. ഇന്നത്തെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിച്ചാൽ 2,000-ലധികം സ്റ്റോക്കുകൾ സെല്ലിംഗ് സൈഡിലും വെറും 93ഓളം സ്റ്റോക്കുകൾ മാത്രമാണ് ബൈയിങ് സൈഡിലുണ്ടായിരുന്നത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ന് 4,500 കോടിയുടെ സെല്ലിംഗ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തുകയും ചെയ്തു. നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി റിയാലിറ്റി, നിഫ്റ്റി മീഡിയ തുടങ്ങിയ ഇൻഡെക്സുകളിലാണ് ഏറ്റവും അധികം സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചത്. അദാനി ഗ്രൂപ്പിലെ സ്റ്റോക്കുകളിലെല്ലാം ഹെവി സെല്ലിംഗ് വരികയും ഏകദേശം 90,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പ് വാനിഷ് ആവുകയും ചെയ്തു. അദാനി ഗ്രൂപ്പിലെ പല സ്റ്റോക്കുകളും 5-10% നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. ഇന്ന് NTPC, പവർ ഗ്രിഡ്, ടാറ്റ സ്റ്റീൽ, ടാറ്റ മോട്ടോർ, JSW സ്റ്റീൽ തുടങ്ങിയ സ്റ്റോക്കുകൾ 7.5%-ലേറെ ഇടിഞ്ഞു. ലാർജ് ക്യാപ് സ്റ്റോക്കുകളായ റിലയൻസ് 2.9% ഇടിയുകയും L&T 2.2%-ഓളം ഇടിയുകയും ചെയ്തു. പ്രമുഖ ബിസിനസ് ന്യൂസ് പേപ്പറായ മിൻറ്റിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ന് മാർക്കറ്റ് ഇടിഞ്ഞതിന് പിന്നിലെ ചില പ്രധാന കാരണങ്ങൾ മനസ്സിലാക്കാം. ഒന്നാമത്തെ കാരണം ഹൈ വാല്യൂഷനെക്കുറിച്ചുള്ള മാർക്കറ്റിൻ്റെ കൺസേൺ. നവംബർ മാസം മുതൽ മാർക്കറ്റിൽ ഓൺ സൈഡഡ് റാലി തുടർന്നു വരികയാണ്. പ്രത്യേകിച്ചും മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിൽ പല സ്റ്റോക്കുകളും ഓവർ സ്ട്രെച്ച് വാല്യൂഷനിലേക്ക് എത്തുകയും ചെയ്തു. മാർക്കറ്റിനെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഫ്രഷ് ട്രിഗറുകളുടെ അഭാവത്തിൽ മാർക്കറ്റിൽ ഒരു സെൽ ഓഫ് വന്നു. കൂടാതെ പല അനലിസ്റ്റുകളും പറയുന്നത് മാർക്കറ്റ് അല്ലെങ്കിൽ മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സെഗ്മെൻറ്റ് ബബിൾ സോണിൽ എത്തുകയും ചെയ്തു. ഇതിനു മുകളിലുള്ള അല്ലെങ്കിൽ ഓവർ സ്ട്രെച്ച് വാല്യൂഷന് മുകളിലുള്ള ഒരു സെല്ലിംഗ് ആണ് പാനിക് സെല്ലിങ്ങിലേക്ക് മാറിയത്. രണ്ടാമത്തേത് മാർക്കറ്റിനെ ഫ്രഷ് ഹൈയിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായ ലാക്ക് ഓഫ് ട്രിഗറുകൾ മൂലവും മാർക്കറ്റിൽ സെല്ലിംഗ് നടക്കുന്നു. മൂന്നാമത്തേത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഫെബ്രുവരി മാസത്തെ ഇൻഫ്ലേഷൻ ഡേറ്റ സൂചിപ്പിക്കുന്നത് US ഫെഡ് എന്ന് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടപ്പിലാക്കും എന്നതിനെക്കുറിച്ച് കൃത്യമായി പ്രവചിക്കാൻ സാധിക്കുകയില്ല എന്ന ഫാക്റ്റ് തന്നെയാണ്. ഇയർ ഓൺ ഇയറിലും മന്ത് ടു മന്തിലും അമേരിക്കയുടെ CPI ഇൻഫ്ലേഷൻ ഉയർന്നു കഴിഞ്ഞു. CPI ഇൻഫ്ലേഷൻ ഉയർന്നെങ്കിലും പേഴ്സണൽ എക്സ്പെൻഡിച്ചർ കൺസപ്ഷൻ എന്ന ഇൻഡെക്സ് മാർക്കറ്റ് ഫേവറബിൾ ആയതുകൊണ്ട് മാർക്കറ്റ് ടോട്ടലി അൺപ്രഡിക്റ്റബിളായി മാറിക്കഴിഞ്ഞു. ഇന്ത്യൻ മാക്രോ നമ്പേഴ്സ് നോക്കുകയാണെങ്കിലും അത്ര ആശാവഹമായ ഡേറ്റയല്ല. ഫെബ്രുവരി മാസത്തെ ഇൻഫ്ലേഷൻ ജനുവരി മാസത്തിൽ നിന്നും ഇടിഞ്ഞെങ്കിലും ഫാക്ടറി ഔട്ട്പുട്ട് ഡേറ്റ മാർക്കറ്റ് എക്സ്പെക്റ്റേഷനേക്കാൾ വീക്കായിട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മാർച്ച് മാസത്തിൽ പലപ്പോഴും ഈ രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് കാണാറുണ്ട്. പല ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും അവരുടെ പൊസിഷൻസ് സ്ക്വയർ ഓഫ് ചെയ്യുകയും പൊസിഷൻസ് ഇക്വിറ്റീസിനെ ലിക്വിഡേറ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ പല ഇൻവെസ്റ്റേഴ്സും അഡ്വാൻസ് ടാക്സ് പേയേഴ്സും ഇക്വിറ്റീസ് സെൽ ചെയ്ത് ക്യാഷ് റൈസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ മാർക്കറ്റിൽ സെല്ലിംഗ് തുടരുന്നു. മാർക്കറ്റിൽ ഇപ്പോൾ വന്ന സെല്ലിങ്ങിൽ ഒട്ടും ആശങ്കപ്പെടേണ്ട എന്നാണ് പ്രമുഖ ബാങ്കറായ ഉദയ് കോട്ടക് പറഞ്ഞത്. സെബിയുടെ ചെയർമാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് ഇൻഡെക്സുകളെല്ലാം തന്നെ ഒരു ബബിൾ സോണിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ബബിൾ സോണിൽ എത്തിയെന്ന്. പക്ഷേ ഉദയ് കോട്ടക് പറയുന്നത് മാർക്കറ്റിൽ ഒരു ബബിൾ ബസ്റ്റിൻ്റെ സൂചനകളൊന്നും കാണുന്നില്ല. മാർക്കറ്റിൽ ചെറിയ രീതിയിലുള്ള ബബിൾസ്, അതായത് ഉയർന്ന വാല്യൂഷനെക്കുറിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുന്നത് കൊണ്ട് ചെറിയ രീതിയിലുള്ള ബബിൾസ് ഉണ്ട്. ആ ബബിൾസൊക്കെ ചെക്സ് വഴിയും ബാലൻസ് വഴിയും കവർ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് മാർക്കറ്റിൽ ഇപ്പോഴുണ്ടാകുന്ന കറക്ഷനിൽ പാനിക്കാകേണ്ട എന്നാണ് ഉദയ് കോട്ടക് പറഞ്ഞിരിക്കുന്നത്. വരുന്ന 10 മുതൽ 20 വർഷത്തേക്കുള്ള ഇന്ത്യയുടെ ഗ്രോത്തിനെയും ഡെവലപ്മെൻറ്റിനെയും ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള മൂവ്മെൻറ്റാണ് സ്റ്റോക്ക് മാർക്കറ്റിലുണ്ടായിരിക്കുന്നത്. ഇനി നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട ടെക്നിക്കൽ ലെവൽസിലേക്ക് കടക്കാം. 22,000 എന്ന ലെവൽ നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. 22,000 എന്ന ലെവൽ വരും ട്രേഡിംഗ് സെഷനിൽ റീബൗണ്ട് ചെയ്യുകയാണെങ്കിൽ 22,300, 22,400 തുടങ്ങിയ ലെവലുകളായിരിക്കും പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക. 21,860 മാർക്കറ്റിൻ്റെ ഒരു ക്രൂഷ്യൽ സപ്പോർട്ടാണ്. 21,860 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ മാർക്കറ്റ് 21,500 എന്ന ലെവലിലേക്ക് ഇടിയാൻ സാധ്യതയുണ്ട്. മാർക്കറ്റ് 21 ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് എന്ന ക്രൂഷ്യൽ സപ്പോർട്ടും ഇന്നത്തെ ദിവസം നഷ്ടമാക്കിയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.